നമസ്കാരം. വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. എന്താണ് വ്യാജ വാർത്ത? ഒരു പത്രത്തിൽ അച്ചടിച്ച് വന്ന SDP-യും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേർന്നുകൊണ്ട് CPM ഇവിടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അതിന് നിരവധി തെളിവുകൾ അവരുടെ മുന്നിലുണ്ട്. തെളിവുകൾ എന്ന് പറയുന്നത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2 തവണ ഒരാൾ കോട്ടാങ്ങൽ പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. അപ്പോൾ രാജിവെച്ച് വീണ്ടും SDP-യുടെ അനുമതിയോടുകൂടി തന്നെ പിന്തുണയോടുകൂടി തന്നെ വീണ്ടും അദ്ദേഹത്തിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പം വീണ്ടും ഒന്നുകൂടെ അദ്ദേഹം രാജിവെച്ചില്ല. കോട്ടാങ്ങലിൻ്റെ പ്രസിഡന്റ് പുള്ളി ഒന്നുകൂടെ രാജിവെക്കാതിരുന്നത് കൊണ്ട് അവിടെ അതിനെ SDP-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായി CPM കൂടിച്ചേർന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. എന്നാൽ അതിനെ വെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിയമ നടപടിക്ക് ഒരുങ്ങാൻ പോകുന്നത്. ആ വാർത്തയ്ക്കെതിരെയാണ്, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചു വിടുന്നതിനെതിരെയാണ് CPM-ന്റെ അടുത്ത നീക്കം. നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ് അത് വഴി ചേർക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നത്, CPM വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഭരണം, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ വിവാദം നിലനിൽക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ ഇവിടെ എന്താ ചെയ്തത്? പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. അല്ലാതെ അവിടെ SDP-ക്കാർ ഇല്ല. തന്നെയുമല്ല, അവിടെ വോട്ട് ചെയ്യാനായിട്ട് 3 SDP-I പ്രവർത്തകരിൽ അല്ലെങ്കിൽ അംഗങ്ങളിൽ 3 പേർ അവിടെ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുമില്ല. ഇതിനെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തുകയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന 3 സ്വതന്ത്രന്മാർ മാത്രമായിരുന്നു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ CPM-ന്റെ ചെയർമാന് വേണ്ടി വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ ഇതിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്വതന്ത്രമായ അംഗത്തെ ഇവർ വൈസ് പ്രസിഡന്റാക്കി അവിടെ മാറ്റി വൈസ് ചെയർമാൻ എന്നുള്ള സ്ഥാനത്തേക്ക് അവരോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ വിശദീകരണം. പിന്നീട് കോട്ടാങ്ങലുമായി ബന്ധപ്പെട്ട് 3ാമത്തെ തവണ പ്രസിഡന്റ് രാജിവെച്ചില്ല എന്നുള്ളതാണ് കോട്ടാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം. അതിന് ഹൈക്കോടതിയുടെ മറ്റൊരു പരാമർശത്തെയാണ് CPM ഉദ്ധരിക്കുന്നത്. അതായത് അതിന് മുമ്പത്തെ കാര്യം പറയാം. ഇവിടെ കോട്ടാങ്ങൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് SDP-ക്കാർ പിന്തുണ നൽകിയിരുന്നു. പക്ഷേ ആ പിന്തുണ നൽകിയിരുന്നത് CPM-നായിരുന്നില്ല, പകരം അവിടുത്തെ LDF-നായിരുന്നു, ഇടതുപക്ഷത്തിനായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇത് പാർട്ടിയുടെ അറിവോടെയോ സമ്മതത്തോടെയോ കൂടി അല്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇപ്പോൾ പിന്താങ്ങാൻ വരുന്ന സമയത്ത് പിന്തുണ നിഷേധിക്കാനുള്ള അവകാശം പാർട്ടിക്കുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടിയുമായി ആലോചിക്കാതെ LDF-ന് നേരിട്ട് SDP-ക്കാർ പിന്തുണ നൽകി. ആ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത് തങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കോട്ടാങ്ങലിൻ്റെ പ്രസിഡന്റ് എന്ത് ചെയ്തു? രാജിവെച്ചു. വീണ്ടും അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ വീണ്ടും ഇതേ പ്രവൃത്തി തന്നെ SDP-ക്കാർ കൊണ്ടുവന്നു. അതായത് SDP-ക്കാർ വീണ്ടും ഈ പറയുന്ന പ്രസിഡന്റിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു, LDF-നെ. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു രാജിക്ക് കൂടി ഒരുങ്ങി. അങ്ങനെ വീണ്ടും 2ാമത്തെ തവണയും അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ചു. അങ്ങനെ രാജിവെച്ച് 2 തവണ രാജിയായി. അപ്പോൾ ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നു. ഹൈക്കോടതി നിർദ്ദേശം വെച്ച് എന്താ? 2ൽ കൂടുതൽ തവണ, അതായത് 3ാം തവണ രാജിവെച്ച് കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാനുള്ള അവസരമാണ്. അതായത് ഈ പ്രസിഡന്റിന് താല്പര്യമില്ല ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ, പകരം ആരാണോ എതിർത്ത് നിന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി വിജയിച്ച അല്ലെങ്കിൽ ആ അംഗം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാം. ഇതാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നത്. ഈ നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് പഞ്ചായത്ത് ഭരണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടും തങ്ങളുടെ പ്രസിഡന്റ് അയോഗ്യത കൽപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് CPM ഈ രീതിയിലൊരു നീക്കം നടത്തി അവിടെ ആ പ്രസിഡന്റിനെ സ്ഥാപിച്ചത്. അല്ലാതെ SDP-യുമായി കൂടിച്ചേർന്നുകൊണ്ട് SDP-യുടെ പിന്തുണ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടല്ല എന്നുള്ളൊരു വിശദീകരണമാണ് CPM നടത്തുന്നത്. അപ്പം ഈ രീതിയിലായതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടായത്. അല്ലാതെ മനസ്സോടെ SDP-ക്കാരെ സ്വീകരിച്ച് ക്ഷണിച്ച് അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടതല്ല എന്നുള്ള തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് വ്യാജവാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനെതിരെയാണ് ഇപ്പോൾ CPM ഈ പത്രത്തിനെതിരായി മുന്നോട്ട് പോകുന്നത്. പത്രം മറ്റൊന്നുമല്ല, മനോരമ തന്നെയാണ് ആ പത്രം എന്ന് നമുക്കറിയാം.
അപ്പോൾ അതിനെതിരെയായിട്ടാണ് ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ കോട്ടാങ്കൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ആ ഭരണം അങ്ങ് പോട്ടെ എന്ന് വെക്കുന്നതല്ലായിരുന്നോ CPM-ന് സൗകര്യം? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേരുദോഷം കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. പഞ്ചായത്ത് ഭരണം പോയി എന്നുള്ളതാണോ വലിയ, അങ്ങനെയാണോ? അതോ SDPI-യുമായി ചേർന്ന് അല്ലെങ്കിൽ SDPI പിന്തുണ നൽകിയത് കൊണ്ട് ഞങ്ങൾ രാജിവെച്ചു എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടണോ? അതല്ല, SDPI-യുടെ പിന്തുണയോടുകൂടി ഞങ്ങൾക്കൊരു പഞ്ചായത്ത് ഭരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നോ ബുദ്ധിപരമായി CPM എടുക്കേണ്ടിയിരുന്നത് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു അല്ലെങ്കിൽ ഒരു പത്രം വാർത്ത കൊടുത്തു എന്നുള്ളത് കൊണ്ടല്ല, ആ തരത്തിൽ അതിനെ വളച്ചൊടിക്കപ്പെട്ട വാർത്തയാണോ എന്നുള്ളിടത്തല്ല. ആ ഭരണം വേണ്ട എന്ന് വെക്കണമായിരുന്നു. ഞങ്ങൾ വർഗീയ കക്ഷികളുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലും അടുപ്പമില്ല എങ്കിൽ CPM ചെയ്യേണ്ടിയിരുന്ന നയപരമായ രീതി അത് തന്നെയായിരുന്നു, ആ ഭരണം അങ്ങ് ഉപേക്ഷിക്കുക. പക്ഷേ അതിന് പകരം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി ഏത് ചെകുത്താനോടൊപ്പം കൂട്ടുകൂടാ എന്ന് പണ്ടെപ്പോഴും EMS പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അനുകൂലിക്കുന്ന ചില സമീപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും, വ്യാജ വാർത്തയാണെങ്കിലും അല്ലെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് CPM സെക്രട്ടേറിയറ്റ് അറിയിച്ചിരിക്കുന്നത്.